അമ്പലവയൽ പഞ്ചായത്തിലെ എടക്കൽ നഗറിലാണുള്ളത്. എടക്കൽ നഗറിലെ ഈ വീടിന് ഒരു പ്രത്യേകത ഇപ്പോഴുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളായി ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ. എടക്കൽ നഗറിലെ രഘുവും ഭാര്യ നിഷയുമാണ്. രാവിലെ തന്നെ അവർ സ്ഥാനാർത്ഥികളായി 2 വാർഡുകളിലേക്ക് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങുകയാണ്. രഘുവേട്ട, എന്താണ്, സന്തോഷമാണോ? വാർത്തകൾ വരുന്നത് ഒരു വീട്ടിൽ നിന്ന് 2 പേര് മത്സരത്തിനിറങ്ങുകയാണ്. എന്തൊക്കെയാണ് അവസ്ഥ? ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം എനിക്കും ഭാര്യയ്ക്കും കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം രണ്ടാളും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പാർട്ടിയിൽ ഒരു 15 വർഷക്കാലമായി പാർട്ടിയിലെ പ്രവർത്തകനാണ്. നിഷയെ സംബന്ധിച്ച് 2005 ഇവിടെ മെമ്പറായിരുന്നു. ഈ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോടെ അന്ന് ജയിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എന്നാൽ പാർട്ടിയിൽ സജീവ പ്രവർത്തനമായിട്ട് നടക്കുന്നത്. ഈ വർഷം ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്കുള്ളത്. എന്താ ചെയ്യുന്നത് പൊതുവെ? ഞാൻ ലോഡിംഗ് ആണ്, ചുമട്ട് തൊഴിലാളിയാണ്. അവിടെ ഒരു 11 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CIT മെമ്പറാണ്. AK ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഏരിയ പ്രസിഡൻ്റാണ്. പിന്നെ ഇപ്പം നമ്മൾ ബാങ്കിലെ ഡയറക്ടറാണ്. ഒരു 4 വർഷമായി PTA പ്രസിഡൻ്റായിരുന്നു. എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ്. പൊതുജനങ്ങൾക്കും നിങ്ങളെയും അതുപോലെ നിങ്ങൾക്ക് പൊതുജനങ്ങളെയും നന്നായിട്ട് അറിയായിരിക്കും. നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഫുൾ ടൈം 24 മണിക്കൂറും ടൗണിൽ തന്നെ ഒരു പ്രവർത്തനം കൂടിയാണ്. എൻ്റെ മേഖല അതാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. എന്നെയും പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളത്. നല്ല വിജയപ്രതീക്ഷയാണ്. എൻ്റെ ഒപ്പം ഉള്ള പ്രവർത്തകർക്കും നല്ല വിജയപ്രതീക്ഷയാണ്. അവർ 100% നമുക്ക് വിജയം ഉറപ്പ് തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ടിറങ്ങി പോകുന്നത്. ഇതെങ്ങനെ 2 പേര് ഒരു വീട്ടിൽ നിന്ന് വന്നു? 2 പേര് വന്നെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം 2 പേർക്കും അടുത്തടുത്ത വാർഡിൽ സംവരണ സീറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് പാർട്ടി കനിഞ്ഞു തന്നൊരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നുള്ളത്. അപ്പോൾ ഇവിടെ ST വനിതാ വാർഡും തൊട്ടടുത്ത വാർഡിൽ 8 ST ജനറൽ വാർഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ കണ്ടിട്ടല്ല തന്നത്. പക്ഷെ നമുക്ക് നിയമപ്രകാരം ആ അവസ്ഥയിലുള്ളത് കൊണ്ടാണ് ആ അവസ്ഥ എനിക്ക് തന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്, അതിൽ വളരെ സന്തോഷമുള്ള ദിവസമാണ്. രഘുവേട്ടൻ ചുമട്ട് തൊഴിലാളി കൂടിയാണ്, അവരുടെ നേതാവ് കൂടിയാണ്, CITU നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ഏറെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇവിടെ അമ്പലവയലിൽ ആളുകൾക്ക് വളരെയേറെ അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതേസമയം തന്നെ നിഷയും അങ്ങനെ പൊതുപ്രവർത്തകയായി നേരത്തെ തന്നെ 2005 സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് അംഗമായ ആളാണ്. വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിഷയോട് ഇത്തവണ 2 പേരും ഒരു വീട്ടിൽ നിന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിഷയോട് കൂടെ അതിൻ്റെ ഒരു അനുഭവം ചോദിക്കാം. എന്താണ് അവസ്ഥ, ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്? മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകണു. എന്തായാലും ഒരു വിജയപ്രതീക്ഷയാണ്. തീർച്ചയായും നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എനിക്ക് ഉറപ്പ്. എന്ന് വെച്ചാൽ നമ്മളെ ആ വാർഡിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളവിടെ മുൻ മെമ്പറായിരുന്നു. അവിടെയല്ല, നമ്മളെ ഈ തൊട്ട വാർഡിൽ വാർഡ് വിഭജനം വന്നു. അതിനുശേഷം ഇപ്പം നിലവിൽ CDS ചെയർപേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ വാർഡിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പരിചിതമായ മുഖമാണ് അല്ലെ. അത് മാത്രമല്ല, വയനാടിന്റെ ഒരു പൊതു അവസ്ഥ വെച്ചിട്ട് ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് വോട്ട് ചോദിച്ചു പോകുമ്പോൾ? നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിലാണ് വോട്ട് ചോദിച്ചു പോകുമ്പോൾ നല്ല പ്രതികരണമാണ് തന്നിട്ടുള്ളത് ഇതുവരെ. ഈ 2 പേരും മത്സരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അപൂർവ അവസരം കിട്ടുമെന്നുള്ള? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതൊരു അവസരം കിട്ടിയതിലേറെ സന്തോഷമാണ്. കുട്ടികളൊക്കെ എന്ത് പറയുന്നു? കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ രഘുവേട്ടൻ്റെ ഇത് കണ്ടിട്ടാണല്ലോ ഞാനും പോയിരിക്കുന്നത്. അവർക്ക് ഏറെ സന്തോഷം. അച്ഛനും അമ്മയും ഒരേ സമയത്ത് സ്ഥാനാർത്ഥി ആയി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം മക്കൾക്ക് തന്നെയാണ്. രാവിലെ ഇറങ്ങിയല്ലേ? രാവിലെ ഇറങ്ങി. എത്ര ദിവസമായി പ്രചാരണമൊക്കെ? 3 ദിവസമായിട്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി ഇരുവരും പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. നല്ല വിജയപ്രതീക്ഷയിലാണ് ഇരുവരുമുള്ളത്. എന്തായാലും CPIM ഇത്തവണ 2 സംവരണ വാർഡുകളിലായിട്ട് ഒരു സ്ത്രീ സംവരണ, ST സംവരണ വാർഡും അതുപോലെ തന്നെ ST ജനറൽ വാർഡിലുമായിട്ട് മത്സരിപ്പിക്കുകയാണ് 2 പേരെയും. 2 പേരും നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രവർത്തന പരിചയമുള്ളവരുമാണ്. എന്തായാലും 2 പേർക്കും കൈരളി TVയുടെ വിജയാശംസകൾ കൂടി നേരുകയാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.